ഹലോ ഫ്രണ്ട്സ്, കേരളത്തിലെ എല്ലാ ഗെയിമർ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വേറെ ലെവൽ വെറൈറ്റി വീട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു ഹൊറർ ഗെയിമാണ്. ഗെയിമിൻ്റെ പേരാണ് ലൈറ്റ്സ് ഓഫ്. ഇത് സ്റ്റീമിലുള്ള ഒരു ഗെയിമാണ്. ഞാൻ അധികം കളിച്ചും കേട്ടൊന്നും ഇല്ല. സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു ഫ്രീ ടു പ്ലേ ഗെയിമാണ്. നിങ്ങളും കളിച്ചു നോക്കാൻ വേണമെങ്കിൽ വലിയ റിക്വയർമെൻ്റ് ഒന്നും വേണ്ട ഇത് കളിക്കാൻ. സാധാരണ ഒരു PC മതി. ഓക്കെ, ഫോണിലുണ്ടാകുന്ന അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും കളി തുടങ്ങാം. അപ്പോൾ ഇതിനായിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. അതായത് ഇതിൻ്റെ ഡേ 2 ആയപ്പോഴത്തേക്ക്, ഇനി എത്രയോ ഡേ ഉണ്ട്, അതിനകത്ത് ഡേ 2 ആയപ്പോൾ എൻ്റെ കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടാമതാണ് എടുക്കുന്നത്. അതുവരെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നൈറ്റ് 1 ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ആകെ ഒരു സാധനമേ ഉള്ളൂ. അതായത് നമ്മൾ 5 ലൈറ്റ് ഉണ്ട്, എല്ലാ റൂമിലും ഓഫാക്കിയിട്ട് പോയി കിടക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ബാക്കിയൊന്നുമില്ല ഇതുവരെ, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5 ലൈറ്റ് ഇങ്ങനെ ഓഫാക്കുക, നമ്മൾ അവിടെ മാറി കിടക്കുക. നമ്മുടെ മേളിലൊരു ബെഡുണ്ട്, അതിനകത്ത് പോയി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ ഈ ഗെയിം ഇതുവരെ. എനിക്കറിയില്ല കേട്ടോ, ഇനി ഡേ 3 തൊട്ടൊക്കെ എങ്ങനെയാ അറിയില്ല. ഇത്ര ഡേ ഉണ്ടെന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. കളിക്കാനുള്ള നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. ഇതാണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു 4ാമത്തെ ലൈറ്റും, പിന്നെ അതാണ് നമ്മുടെ ബെഡ്റൂം. അവിടത്തേയും കൂടി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. പക്ഷേ ഇവർ എന്തിനാണ് ലൈറ്റായിട്ട് ഓഫ് ആക്കുന്നത്? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇടുന്ന ലൈറ്റ് ഓൺ ആക്കിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരെ. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ണടച്ച് പിടിക്കുക. അതോടെ നമ്മുടെ ഡേ 1ഉം 2 ഒക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, ഡേ 1 അങ്ങനെ ഫിനിഷ് ആകാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ നൈറ്റ് 2 ആണ്. അപ്പോൾ നൈറ്റ് 1 ഇത്ര ഉള്ളായിരുന്നു, അത് ഫിനിഷ് ചെയ്തു. അടുത്ത നൈറ്റ് 2. ഓക്കെ, നൈറ്റ് 2ൽ പിന്നെ നമുക്ക് നേരത്തെ പോലെ തന്നെ 5 ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോയി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കണ്ടോളൂ. ഇപ്പം നമ്മളിവിടെ ഓഫാക്കുമ്പോൾ താഴത്ത് പോകണം. നേരത്തെ അവസ്ഥ പറയുമേ, ഇവിടെ ആയിരുന്നു. ഇപ്പം ഇല്ലേ? അത് ശരി. നൈറ്റ് 4 ഇത് കണ്ട താഴോട്ട്. പക്ഷേ നമ്മൾ താഴത്തോട്ട് ഓഫാക്കാൻ മറന്നുപോയല്ല, ആരോ വന്ന് ഓണാക്കിയിട്ട് പോയതാണ്. സോ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇതൊന്നും കൂടി എന്ത് ചെയ്യണം, ഓഫാക്കണം. എന്നിട്ട് നമുക്ക് മേളിൽ പോയി കിടന്നുറങ്ങാം. എന്താ ആളെ കളിയാക്കുന്ന നീ? ഓക്കെ, ഇനി നമുക്ക് നേരെ മേളിൽ പോയി കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ ഭയങ്കര ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ നടുക്കാണെങ്കിൽ, അതായത് എൻ്റെ മോണിറ്ററിൻ്റെ നടുക്ക് എന്തോ ഒരുമാതിരി ഇങ്ങനെ കറുത്ത സാധനം ഉള്ളതുകൊണ്ടാണെങ്കിൽ എനിക്ക് നേരാണെന്നുള്ള ഒന്നും കാണാൻ പോലും പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കാട്ടിലും കുറവായിരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത്. അതുമല്ല, ഇതിനകത്ത് ബ്രൈറ്റ്നെസ് ഒക്കെ കുറവാണ് ഭയങ്കര ഈ മോണിറ്ററിന്. LCD മോണിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റ് 2ഉം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് 3. അപ്പോൾ ഇതുവരെല്ലാം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ റോഡ് ടു 200 സബ്ബാണ്. ഞാൻ പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എല്ലാ GTA കളിക്കുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ട്യൂണൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താവും എന്നറിയില്ല. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കുക. അവിടെ ഇവന്മാർ, ഞാൻ അങ്ങ് ആ മേളിൽ പോയി കിടക്കാറാവുമ്പോൾ ഇവരാണെങ്കിൽ എന്താക്കും, ഇവിടെ താഴത്തെ ലൈറ്റ് പിന്നെയും ഓണാക്കും. അയച്ചിട്ട് പോസ്റ്റാണ്. ആരോ താഴെ എന്തൊക്കെയോ ഇട്ട് ഒരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ആക്കുന്നില്ല. നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം. ഓക്കെ, അതിന് നമ്മുടെ നൈറ്റ് 3ഉം ഫിനിഷ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഫൈനലി നമ്മുടെ നൈറ്റ് 3ഉം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നൈറ്റ് 4. ഓക്കെ, ഇനി എങ്ങനെയാ അറിയാൻ പാടില്ല. ഓക്കെ, ഇപ്പോഴും നമ്മൾക്ക് നേരെ ഇതിനകത്ത സംഭവം അതിൻ്റെ ആ റേഞ്ച് കുറവാണ്. അതായത് ലൈറ്റ് ഓഫ് ആക്കുന്നതിൻ്റെ അത്ര അടുത്ത് ചെന്നാലേ നമുക്ക് ലൈറ്റ് ഓഫാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി 3 ലൈറ്റ്. ഏത് ലൈറ്റായി ഇന്ന് ഓണാകുന്നതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മൗസിനെന്ത് ഈയിടെയായിട്ട് എന്തൊരു കുഴപ്പമുണ്ട്. അത് ഞാൻ കണ്ടതെ, ഞാൻ മൗസ് എടുത്ത് മേടി വെക്കുമ്പോഴത്തേക്കും എവിടെയാണ് ഞാൻ? ഇവിടെ. അതെന്താണ് ഇങ്ങനെ മൗസ്? ഓക്കെ, മൗസ് ഫിക്സ് ആക്കണം. എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
എടാ എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ വയറ്റിൽ നിന്നാണ്? ഓക്കെ 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 ഉറങ്ങി 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 ഉറങ്ങി. എന്താടാ അത്? സ്വപ്നം കാണുന്നതായിരിക്കുമല്ലേ? ഓക്കെ, നൈറ്റ് 5 ആയിട്ടുണ്ട്. പേടിക്കാൻ മാത്രം ഉള്ളതുണ്ടാന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട്. ഇതുവരെ ഒന്നിനെയും കണ്ടില്ല, പക്ഷെ പേടിക്കാൻ മാത്രമുണ്ട്. ഇവിടെ എന്താണ് ഇത്? ലെഫ്റ്റ് ക്ലിക്ക് ടു ടേക്ക് എ പിക്ചർ. നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുക, ഫോട്ടോ എടുക്കുക. എല്ലായിടത്തും എടുക്കണം, എനിക്കറിയാൻ പാടില്ല. അതായത് നമുക്ക് പരമാവധി പറ്റുന്നത്രയും ഫോട്ടോ എടുക്കുക. 4 5 എന്തൊക്കെയോ പറയണ്ട അയാള്. ഇവിടെ എടുത്തു നോക്കാം. ഓ ഡെത്താ. ഞാൻ കറക്റ്റ് സമയത്ത് കണ്ണടച്ചു. പക്ഷെ ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി നേരം ഇങ്ങനെ കൂടുതൽ സമയം നിൽക്കണം, എന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നു. ഇനിയും ഉണ്ടാവും അതേപോലെ. നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഡെത്ത് വിസിറ്റ്സ് ഇവിടെ എടുക്കുക. നമ്മൾ നേരത്തെ ശബ്ദം കേട്ട് ഇവിടെ വന്നല്ലേ, അപ്പോൾ ഇവിടെയും കാണും, ഉണ്ടാവും. നമുക്ക് നമ്മുടെ റൂം എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം. നമ്മുടെ ബെഡിൻ്റെ അങ്ങോട്ട് ഒരു 5 സെക്കൻഡ് നോക്കി നിന്നിട്ട് ഫോട്ടോ എടുക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ടെക്നിക്ക്. നമ്മളെവിടെ അത്രയും നേരം നിൽക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇല്ല, സംടൈംസ് ഹൊറർ ട്യൂണൊക്കെ വരുന്നതാ. ഇതെപ്പോഴാ അറിയാൻ പാടില്ല കേട്ടാ. സ്വിച്ച് ഉള്ള സ്ഥലത്താന്ന് തോന്നല്ലേ പേടിക്കണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. 3. ഇനി അടുത്ത 2 സ്ഥലത്തും കൂടി സ്വിച്ച് ഉണ്ട്, അവിടെ നമുക്ക് എടുത്തുണ്ട്. എന്താടെ കിടന്ന് കുലുങ്ങുന്നത്? അങ്ങനെയൊന്നും അല്ലടാ ഇതിനകത്ത്. എങ്ങനെയാ എനിക്ക് വിളിക്കില്ല. ഓക്കെ, 96 ആയിട്ടുണ്ട്. എടാ നമ്മൾ സംഭവം നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ സ്വിച്ച് ഉള്ളത് അവിടെ എവിടെയൊക്കെയാണ് അതിൻ്റെ അടുത്തെങ്ങാണ്ടാണ് പോയി നമ്മൾ ഫോട്ടോ. അയ്യോ എന്താടാ ഇങ്ങനെ? ലൈറ്റ് ഓഫാക്ക്, ലൈറ്റ് ഓഫാക്ക്, ഓഫാക്ക്. ഓക്കെ, അടുത്ത 3 ലൈറ്റും കൂടിയേ ഉള്ളൂ ഓഫാക്ക്. എന്താ റെഡ് കളറ് ഫുള്ള്? ഓഫാക്ക് ഓഫാക്ക് ഓഫാക്ക്. പോ. ഇവിടെ എൻ്റെ മൗസാണെങ്കിൽ അതിൻ്റെ അപ്പുറമാണ്. ഓഫാക്ക് ഓഫാക്ക്. അയ്യോ ശബ്ദം ശബ്ദം ശബ്ദം. ഓക്കെ, ഇത് ശബ്ദം. എടാ നമ്മൾ കൂർക്കം വലിക്കുന്നതിന് ശബ്ദമാണോ അത്? എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞു എടാ. എന്തോ കൂർക്കം വലിക്കുന്ന ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നു. നമ്മുടെ ഹാർട്ട് ബീറ്റാന്ന് തോന്നുന്നു. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് നൈറ്റ്. അതാ അതിൻ്റെ ലാഗായതാ. ടോമോ വല്ലാത്തൊരു ഗെയിം തന്നെ കേട്ടാ. ഒന്നിനെയും പ്രത്യേകിച്ച് കണ്ടില്ല, പക്ഷെ നമ്മളെ കൊന്നാടാ. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഓക്കെ, ലൈറ്റ്സ് ഓഫ്. വല്ലാത്തൊരു ഗെയിം തന്നെ കേട്ടാ. പ്രേതം ഉണ്ടായിട്ട് പേടിക്കുന്നു, അതിൻ്റെ ഇടയിൽ പ്രേതം ഇല്ലാതെ അമ്മാതിരി പേടിപ്പിച്ച് കളഞ്ഞു. സൈക്കോളജിക്കൽ ഹൊറർ ഗെയിമിൻ്റെ ഉദാഹരണം. സോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ റോഡ് ടു 200 സബ്ബാണ്, അല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടിപൊളി ഹൊറർ ഗെയിമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ GTA സീരീസ് കാണാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ താങ്ക്സ് സുട്ടുമണികളെ. താങ്ക്സ് ഫോർ വാച്ചിങ്.